ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾമോസ്റ്റ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ക്ലാസ് 9 ഇംഗ്ലീഷ് ഇന്ന് നടന്ന എക്സാമിൻ്റെ ആൻസർ കീ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് എവറിത്തിങ് സ്വാം ഡിസ്ലി ബിഫോർ ഹർ. രണ്ടാമത്തേൻ്റെ ആൻസർ വരുന്നത് ദ കേക്ക് ആസ് സോക്കിംഗ് വെറ്റ് ആൻഡ് റിവോൾട്ടിങ്. മൂന്നാമത്തത് ആൻസർ വരുന്നത് ടു പ്രോബ് ദ ഗ്രൗണ്ട് ടു അവോയ്ഡ് സ്നേക്സ്, പോയിസണസ് സ്പൈഡേഴ്സ് ആൻഡ് ആൻസ്. ഈ നാലാമത്തേൻ്റെ ആൻസർ വരുന്നത് ഇറ്റ് ഈസ് നോട്ട് ബിഗ് ആനിമൽസ് ആർ ദ മോസ്റ്റ് ഡേഞ്ചറസ് ബട്ട് ദ സ്നേക്സ് ആൻഡ് ഇൻസെക്ട്. അഞ്ചാമത്തേൻ്റെ ആൻസർ വരുന്നത് പെറിൽ. ആറാമത്തേൻ്റെ ആൻസർ നോക്കാം. ആറാമത്തേൻ്റെ ആൻസർ വരുന്നത് റെയിൻ ആണ്. ഏഴാമത്തത് ടു ഡോട്ടഡ് സിൽവർ ത്രെഡ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ പേൾസ്. ഇനി എട്ടാമത്തെയാണ്. എട്ടാമത്തേൻ്റെ ആൻസർ വരുന്നത് ഡോട്ടർ ഡോൺ. ഒമ്പതാമത്തേൻ്റെ ആൻസർ വരുന്നത് ടു അഡോൺ ഹെർ ഫീൽഡ് ആൻഡ് വാലീസ്. ഇനി പത്താമത്തേത് ഓൺ കില്ലിങ് എ ട്രീ എന്നുള്ള പോയത്തിൻ്റെ അപ്രീസിയേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ എഴുതണം. ദ പോയം ഓൺ കില്ലിങ് എ ട്രീ വാസ് റിട്ടൺ ബൈ ദ ഇന്ത്യൻ പോയറ്റ് ഗിവ് പാറ്റൽ. He belongs to a group of writers who are part of the Green Movement, which stands and strives for the protection of the environment. The poet highlights through the poem the cruelties of humans to nature. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം പോയം എഴുതാൻ വേണ്ടിയിട്ട്. 11ാമത്തേത് അതെല്ലാം പാസേജ് നോക്കിയിട്ട് ആൻസർ ചെയ്യേണ്ടതാണ്. 11ാമത്തേൻ്റെ ആൻസർ വരുന്നത് ദ ഫസ്റ്റ് റേസ് ഓഫ് സൺ പീപ്ഡ് ത്രൂ ഹിസ് വിൻഡോ. 12ാമത്തേത് ഹി ഫെൽറ്റ് ഹിസ് സ്റ്റൊമക് റംബ്ലിംഗ്. 13 ഗ്രാൻഡ്പാ would take him out for fishing, for playing baseball. He also taught him how to fix the damaged items. ഇനി 14ാമത്തേൻ്റെ ആൻസർ വരുന്നത് എ ബ്രോക്കൺ നോബ് ആൻഡ് ടു റിപ്പയർ എ ലീക്കി ടാബ്. 15ാമത്തേൻ്റെ ആൻസർ വരുന്നത് ഹി വാസ് എ നൈസ് ഓൾഡ് മാൻ ഹൂ വാസ് റെഡി ടു സ്പെൻഡ് ടൈം വിത്ത് ഹിസ് ഗ്രാൻഡ് ചിൽഡ്രൻ. ഇനി 16ാമത്തേത് റൈറ്റപ്പ് തയ്യാറാക്കേണ്ടതാണ്. റൈറ്റപ്പിൽ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ ടോപ്പിക് തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച്, ഹ്യൂമൻ ഇമ്പാക്റ്റ് ഓൺ ദ എൻവറോൺമെൻ്റ് ആണ് ടോപ്പിക്ക്. അതിൽ ഫസ്റ്റ് തന്നെ ആ ടോപ്പിക്കിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നോട്ട് ഹിസ്റ്റീരിയ, ഇറ്റ്സ് എ ഫാക്ട് എന്നുള്ളതിൽ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. എന്നിട്ട് ഒരു കൺക്ലൂഷനും കൊടുത്താൽ റൈറ്റപ്പ് അങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി 17ാമത്തേത് നരേഷനാണ്. ജൂലിയൻ കോബ്കേൻ്റെ സർവൈവ് ചെയ്ത എക്സ്പീരിയൻസ് എല്ലാം ആ ഒരു എക്സ്പീരിയൻസ്, ജൂലിയൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ വേറൊരു ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. അതായത് ഷീ എന്ന് കൂട്ടിയിട്ട് എഴുതിയാൽ മതി. ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, അത് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. ഇനി 18ാമത്തേത് അത് പാരഗ്രാഫാണ്. പാരഗ്രാഫ് ഫസ്റ്റ് തന്നെ ടൈറ്റിൽ കൊടുക്കണം പാരഗ്രാഫിന്, അതേപോലെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, പിന്നെ ആ ഒരു കണ്ടൻറ്റ് കൊടുക്കുക, പിന്നെ കൺക്ലൂഷൻ. അങ്ങനെയുള്ള രീതിയിലാണ് പാരഗ്രാഫ് എഴുതേണ്ടത്. 19ാമത്തേത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് മദർ ആണ്. ലിസൺ ടു ദ മൗണ്ടെയിൻ എന്നുള്ള ഇതിൽ ലെസണിലുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. ഗ്രാൻഡ് മദർ എന്താണ്? നേച്ചറോട് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു അല്ലേ. ദ ഗ്രാൻഡ് മദർ ഈസ് ഷോൺ ആസ് എ സെൻസിറ്റീവ് വുമൺ ഹൂ ഹാസ് ഗ്രേറ്റ് ലവ് ദ നേച്ചർ. വെൻ ഷീ കംസ് ടു നോ അബൌട്ട് ദ builder Sagar's plan of building a hotel by cutting trees, she feels very sad. Was for the animals, she love animals and birds. She feels it's going to destroy the beauty of nature. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. ഇനി 20ാമത്തേത് നോട്ടീസാണ് എഴുതാൻ പറഞ്ഞത്. നോട്ടീസ് അതിൻ്റെ കണ്ടൻറ്റെല്ലാം ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ബോക്സിൻ്റെ ഉള്ളിൽ നോട്ടീസ് എന്ന് ഹെഡിങ് കൊടുക്കുക, അതിന് മുന്നേ സ്കൂൾ നെയിം കൊടുക്കുക, എന്നിട്ട് ഡേറ്റ് കൊടുക്കാം, പിന്നെ നാഷണൽ സയൻസ് ഡേ സെലിബ്രേഷൻ എന്ന് കൊടുക്കാം. പിന്നെ സ്കൂളിൻ്റെ നെയിം കൊടുക്കുമ്പോൾ നമ്മളെ സ്കൂളിൻ്റെ തന്നെ പേര് കൊടുക്കാതിരിക്കുക, എന്തെങ്കിലും XYX സ്കൂളിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ അപ്പോൾ നാഷണൽ സയൻസ് ഡേ സെലിബ്രേഷൻ എന്ന് ഹെഡിങ് കൊടുക്കുക. നീലിലെ കണ്ടൻറ്റ് തന്നെ ദ സയൻസ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ദ നാഷണൽ സയൻസ് ഡേ ഓൺ 28th February 2024. അപ്പോൾ ഓൾറെഡി ഡേറ്റ് തന്നതുകൊണ്ട് വേറെ എക്സ്ട്രാ ഡേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അറ്റ് ഏതെങ്കിലും ടൈം 9 AM എന്നോ ഓൺ സ്കൂൾ ഓഡിറ്റോറിയം എന്ന് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഓൾ ആർ വെൽക്കം എന്ന് താഴെ കുറച്ചും കൂടി വലുതായിട്ട് ചെയ്താൽ, എന്നിട്ട് അതിൻ്റെ താഴെ കൺവീനർ ഓഫ് ദ സയൻസ് ക്ലബ്ബ് എന്ന് എഴുതിയിട്ട് ഒരു സൈൻ പോലെ ഇട്ടാൽ നോട്ടീസായി. ഇനി 21ാമത്തേത്
പ്രൊഫൈലാണ്. അത് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി. നെയിം ഖലീൽ ജിബ്രാൻ എന്ന് ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഖലീൽ ജിബ്രാൻ വാസ് ബോൺ ഓൺ January 6, 1883 ഇൻ ലെബനൺ. ഇങ്ങനെ എഴുതിയിട്ട് ഡെത്തിന് പകരം ഹി പാസ്ഡ് അവേ ഓൺ April 10, 1931 ഇൻ ന്യൂയോർക്ക് US. ഇങ്ങനെ എഴുതിയാൽ മതി. 22ാമത്തത് ലെറ്ററാണ് എഴുതേണ്ടത്. അത് ഇൻവൈറ്റ് ചെയ്യുന്നതാണ് ഒരു എക്ലോജിസ്റ്റിന്. അപ്പോൾ ഫ്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമൽ ലെറ്ററാണ് അപ്പോൾ എഴുതേണ്ടത്. അപ്പോൾ ഫ്രം എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി ഓഫ് സയൻസ് ക്ലബ്ബ്, വേറെ ഒന്നും ഇവിടെ തന്നിട്ടില്ല, വേണമെങ്കിൽ നെയിം കൊടുക്കാം. പിന്നെ ഒരു സ്കൂൾ നെയിം, ഇല്ലെങ്കിൽ XYZ സ്കൂളിനോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേസ് കൊടുക്കുക. എന്നിട്ട് ഡേറ്റ് കൊടുക്കുക. 2 എന്ന് പറഞ്ഞിട്ട് എക്ലോജിസ്റ്റ്, വേറെ ഒന്നും ഇവിടെ തന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ കൊടുത്താൽ മതി. പിന്നെ സർ നെയ്ത സബ്ജക്റ്റ് ഇൻവിറ്റേഷൻ ഫോർ സയൻസ് എക്സിബിഷൻ. ഐ ആം സെക്രട്ടറി ഓഫ് സയൻസ് ക്ലബ്ബ് ഫ്രം XYZ സ്കൂൾ ഡൽഹി. അങ്ങനെ ഫ്രം അഡ്രസ്സ് കൊടുക്കുന്ന പോലെ അവിടെ എഴുതാം. എന്നിട്ട് ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഇൻവൈറ്റ് യു ടു ഇനാഗുറേറ്റ് ദ സയൻസ് എക്സിബിഷൻ. അങ്ങനെ എഴുതാം. ടു ബി ഹെൽഡ് അറ്റ് അവർ സ്കൂൾ ഓൺ ഒരു ഡേറ്റ് കൊടുക്കുക. അറ്റ് 10:30 AM എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. വി വിൽ ബി ഹൈലി ഗ്രേറ്റ്ഫുൾ if you could enhance the occasion with your charismatic and inspirational presence. The school will bear all the expenses of your traveling, lodging and boarding. Thanking you in anticipation എന്ന് കൊടുക്കാം. വാം റിഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി ഓഫ് സയൻസ് ക്ലബ് എന്നിട്ട് നേരത്തെ പേര് കൊടുത്തെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി 23ാമത്തത് അത് ന്യൂസ് റിപ്പോർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ന്യൂസ് റിപ്പോർട്ടിന് ഒരു ടൈറ്റിൽ വേണം, അട്രാക്റ്റീവ് ആയാലും നല്ലതാണ്. പ്ലേസ് വരുന്നത് ധർമ്മഗിരി. അപ്പോൾ ധർമ്മഗിരി പിന്നെ അവിടെ തന്നെ ഡേറ്റ് കൊടുക്കാം. എന്നിട്ട് 2 ഡോട്ട് ഇട്ടിട്ട് നമ്മൾ ഇതിൽ ഫസ്റ്റ് എന്താണ് ടോപ്പിക് എന്ന് ഫസ്റ്റ് എല്ലാം പറയാം. ദ ധർമ്മഗിരി വില്ലേജേഴ്സ് ഓപ്പോസിറ്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ സ്റ്റാർ ഹോട്ടൽ. അത് തന്നെ എഴുതാം. ദേ കണ്ടക്റ്റഡ് റാലീസ് ടു എക്സ്പ്രസ് ദർ പ്രൊട്ടസ്റ്റ്. അതെല്ലാം എഴുതാവുന്നതാണ്. എന്നിട്ട് അത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് multi-storied hotel is constructing in Dharmagiri Hills, which is made people very afraid of thinking about landslide. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എഴുതാവുന്നതാണ്. This unscientific construction of the hotel is opposed by the villagers there. It is believed that the village cannot hold a structure more than 30 feet long. Many villagers told that they had given warning to Mr. Dizit, who is the owner of the hotel, about the dangers. അതെല്ലാം പറഞ്ഞിട്ട് എന്താണ് ന്യൂസ് റിപ്പോർട്ട് എഴുതാം. 24ാമത്തത് 6 questions. ജൂലിയൻ കോബ്കേറ്റ് ഇൻ്റർവ്യൂ ചെയ്യാൻ നമുക്കൊരു ചാൻസ് കിട്ടിയാൽ നമ്മൾ റിപ്പോർട്ടറായിട്ട് ചോദിക്കുന്നത് 6 questions. ഞാൻ 2-3 പറയാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ചോദിക്കാം. വെൻ ഡിഡ് ജൂലിയൻ റിയലൈസ് ദാറ്റ് ഷി വാസ് നോ ലോങ്ങർ ഇൻസൈഡ് ദ പ്ലെയിൻ എന്ന് ചോദിക്കാം. പിന്നെ ഒന്ന് ചോദിക്കാം, വാട്ട് ഡിഡ് ജൂലിയൻസ് പാരൻസ് ടീച്ച് ഹെർ അബൌട്ട് ദ ഡേഞ്ചറസ് ഓഫ് ദ ജംഗിൾ. അങ്ങനെ ചോദിക്കാം. അക്കോർഡിംഗ് ടു ജൂലിയൻസ് പാരൻസ് വാട്ട് ഷുഡ് വൺ ലുക്ക് ഫോർ വെൻ ലോസ്റ്റ് ഇൻ ദ ജംഗിൾ എന്ന് ചോദിക്കാം. പിന്നെ വൈ ഡിഡ് ജൂലിയൻ റിമെയിൻ ലൈയിങ് അണ്ടർ ദ സീറ്റ് ബെൽറ്റ് ഓൾ നൈറ്റ് ആഫ്റ്റർ ദ ക്രാഷ് എന്ന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഇനി 25ാമത്തത് കോൺവെർസേഷനാണ്. ജൂലിയാനും ഫാദറും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഫാദർ ചോദിക്കാം. ജൂലിയൻ്റെ ഫാദർ ആർ യു ഓക്കെ ജൂലിയൻ എന്ന് ചോദിക്കാം. അപ്പോൾ ജൂലിയൻ യാ ഐ എം ഓക്കെ ഡാഡ് എന്ന് പറയാം അല്ലേ. അപ്പം അങ്ങനെ ഒരു കോൺവെർസേഷൻ എഴുതിയാൽ മതി. ഇനി 26ാമത്തത് എൻ്റെ ആൻസർ വരുന്നത് EJ ഒബിയാന ആണ് വരുന്നത്. 27ാമത്തെ ആൻസർ വരുന്നത് ജാവലിൻ ത്രോമാൻ. 28 പലക് ജൂലിയ. 29 സിംഗപ്പൂർ. 30 വെയ്റ്റ് ലിഫ്റ്റിംഗ്. 31ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഗ്രാൻഡ് മദർ ആസ്ക്ഡ് നാരായൺ ഹൗ ഹി ഹാഡ് പ്ലാൻഡ് ടു സ്റ്റോപ്പ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹോട്ടൽ. ബീൻ്റെ ആൻസർ വരുന്നത് നാരായൺ റിപ്ലൈഡ് ദാറ്റ് ദേ വുഡ് സ്റ്റേജ് എ പീസ്ഫുൾ പ്രൊസഷൻ ആൻഡ് സബ്മിറ്റ് എ പെറ്റീഷൻ. 32ാമത്തേൻ്റെ എൻ്റെ ആൻസർ വരുന്നത് ഫ്ലോസ്. B we have ever seen. C breathtakingly. D is planning. 33ാമത്തേലെ എൻ്റെ ആൻസർ വരുന്നത് made up his mind. B called on. C put across. D turned down. 34ാമത്തേൻ്റെ എൻ്റെ ആൻസർ വരുന്നത് when. B വരുന്നത് and. C വരുന്നത് with. D whom. 35ാമത്തേല് എൻ്റെ ആൻസർ വരുന്നത് the climate change. B protecting our future. 36ാമത്തേല് എൻ്റെ ആൻസർ വരുന്നത് shall we teach our
സ്റ്റുഡൻസ് ഷൂ മേക്കിംഗ്. ബി, ഡോണ്ട് ദേ? സി, യു ഹാഡ് ബെറ്റർ ഗോ ദെയർ ആൻഡ് ലേൺ ദ സ്കിൽ. ഡി, വുഡ് യു മൈൻഡ് ടീച്ചിങ് അവർ സ്റ്റുഡൻസ് കാർപ്പൻട്രി ആസ് വെൽ? അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.